ആദ്യം തന്നെ ദേവകുമാരനും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാനിപ്പം ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ലോ പഠിക്കുവാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 14, 2023 ഓഗസ്റ്റ് 14, 2023 ഉടമ്പടി എടുത്തത്. ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പം ഞാനും അമ്മയും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് അത്ഭുതമായിരുന്നു. എൻ്റെ പരീക്ഷയായിരുന്നു. ഞാൻ ലോ എടുക്കാൻ തുടങ്ങിയ ദിവസം തൊട്ട് എനിക്ക് ഓരോരോ തടസ്സങ്ങളായിരുന്നു. പേപ്പർ എനിക്ക് എഴുതാൻ വരുമ്പോൾ അസുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പരീക്ഷ എത്താറായി, മാതാവ് ഒരു തടസ്സമില്ലാതെ എനിക്ക് എഴുതാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ എക്സാം ഡേറ്റ് വന്നു. എനിക്ക് ഫീസ് കെട്ടണമായിരുന്നു. ഫീസ് കെട്ടാൻ അത്രയും എമൗണ്ട് ഇല്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുമായിരുന്നു മണി ലെൻഡ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എല്ലാവരും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പരീക്ഷയുടെ 2 ദിവസം മുമ്പേ ഞാൻ മാതാവിനോട് കുറേ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, എനിക്ക് എന്തായാലും എനിക്ക് ഈ പരീക്ഷ എഴുതിയേ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ ഹോപ്പ് ഞാൻ മാതാവിലായിരുന്നു വെച്ചത്. ഒരു അത്ഭുതം നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആൻഡ് ദെൻ 2 days കഴിഞ്ഞ് എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്ന് എൻ്റെ എക്സാം പോസ്റ്റ്പോണ്ടായി. ആൻഡ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി മാതാവിനോട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, ഇനി ഒരു വഴി തുറന്ന് എനിക്ക് ഫീസ് അടയ്ക്കാനുള്ള പണം കൂടി വേണം. അങ്ങനെ അത്ഭുതമായിട്ട് എന്നെ ഒരു അങ്കിൾ ത്രൂ എന്നെ സഹായിച്ചു. അയാൾ ഒരിക്കലും ആരെ സഹായിക്കത്തില്ല. അയാൾ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്ത് മോളെ സഹായിക്കാമെന്ന് പറഞ്ഞ് എന്നെ സഹായിച്ചു. അങ്ങനെ ഫീസ് അടച്ച് എനിക്ക് എഴുതാൻ പറ്റി പേപ്പർ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം മാതാവ് അങ്ങനെ ചെയ്തു. രണ്ടാമത്തെ അത്ഭുതമായിരുന്നു, ഞാൻ 22 years ഡൽഹിയിൽ ഒരു വീട്ടിലായിരുന്നു, റെൻറ്റിൽ താമസിക്കുമായിരുന്നു. അവിടെ ഫിനാൻഷ്യലി അസുഖങ്ങളും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ വീട്ടിൽ താമസിച്ചപ്പോൾ. ഞങ്ങൾ കുറേ ട്രൈ ചെയ്യുമായിരുന്നു ആ വീട്ടിൽ നിന്ന് മാറാൻ. പക്ഷെ പറ്റുന്നില്ലായിരുന്നു. ഓരോരോ തടസ്സങ്ങൾ വരുമായിരുന്നു ആ വീട് മാറിപ്പോവാൻ. അപ്പോൾ ഞങ്ങൾ ഈ ഓൺലൈൻ ഉടമ്പടി കഴിയുന്ന 2 ദിവസം മുമ്പേ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഒരാൾ പറയായിരുന്നു, ഇവിടെ ഒരു വീട് ഉണ്ട്, നിങ്ങൾ അത് പോയി കണ്ടു വാങ്ങിക്കാനെങ്കിൽ പറയാം. അങ്ങനെ ഞാനും അമ്മയും പോയി ആ വീട് കണ്ടു. അത് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വീടായിരുന്നു. അങ്ങനെ മാതാവ് 22 വർഷം തൊട്ട് ഞങ്ങൾ കുടുംബമായി എത്ര ട്രൈ ചെയ്യും അവിടുന്ന് മാറാൻ പറ്റത്തില്ല. പക്ഷേ ഓൺലൈൻ ഉടമ്പടി കഴിയുന്നവരും അത് അമ്മ മാതാവ് ഞങ്ങൾക്ക് ആ പുതിയ വീട് തന്ന് സഹായിച്ചു. അങ്ങനെ ഞാൻ ഈ 2 അനുഗ്രഹം കഴിഞ്ഞിട്ട് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്തു. അവിടെ മാനേജർ പറഞ്ഞു സാങ്ഷൻ ചെയ്ത് തരാം ലോൺ. പക്ഷേ അറ്റ് ദി എൻഡ് മൂമെൻറ്റ് എൻ്റെ ആ മാനേജർ ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു. പുതിയ മാനേജർ വന്നു. പുതിയ മാനേജർ പറഞ്ഞു എൻ്റെ ലോൺ സാങ്ഷൻ ആക്കി തരാൻ പറ്റത്തില്ല. ഞാൻ കുറേ പറഞ്ഞു എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ തരണമെന്ന്. പക്ഷേ ആ മാനേജർ അഗ്രി ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് റിജക്ഷനായി. ഞാൻ കുറേ ബാങ്കിൽ അപ്ലൈ ചെയ്തു. അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ട് ഞാൻ പിന്നെ ആ ബാങ്കിലൊക്കെ അപ്ലൈ ചെയ്യാതിരുന്നു. പിന്നെ ലാസ്റ്റ് ഹോപ്പ് ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, മാതാവേ, ഈ ബാങ്കിൽ ലാസ്റ്റ് ഞാൻ കൊടുക്കുക, ഇനി അമ്മയുടെ കയ്യില്ല, ഇനി അമ്മ ആണ് ഇതിന് ചെയ്യേണ്ടത്. കറക്റ്റ് എൻ്റെ ഉടമ്പടി തീരുന്ന നവംബർ 2023 എനിക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്ന് ലോൺ സാങ്ഷനായി. ബിക്കോസ് എനിക്ക് ആ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ എനിക്ക് ചാൻസസ് ഇല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ മാർക്ക് ഷീറ്റ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് ഞാൻ പുതിയ ഒരു വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെതായ വെരിഫിക്കേഷൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ആ ലോൺ കിട്ടാൻ സാധ്യതയല്ലായിരുന്നു. പക്ഷെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് ആ ലോൺ സാങ്ഷനായി. ഇപ്പം എനിക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ വിതൗട്ട് എനി പ്രോബ്ലം ഐ ക്യാൻ കംപ്ലീറ്റ് മൈ എഡ്യൂക്കേഷൻ. ആൻഡ് തേർഡാണ് എൻ്റെ പരീക്ഷ. എനിക്ക് എൻ്റെ 4th സെമ്മിൻ്റെ സമയത്തും ഇങ്ങനെ എക്സാം ഫീസ് അടയ്ക്കാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു. ആൻഡ് ദ സെക്കൻഡ് മിറക്കിൾ ഈസ്, ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ആൻഡ് ദെൻ
ഞാൻ അമ്മയോട് പറയായിരുന്നു, അമ്മ എന്തെങ്കിലും പറയാമോ ഒന്നും പറയുന്നില്ല. ഞാൻ പപ്പയെ വിളിച്ചു ഞാൻ പറഞ്ഞു, പപ്പ ഫോൺ എടുക്കുന്നില്ല. പിന്നെ നെയ്ബേഴ്സിനെ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ റെഡിയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ രാത്രി 7 മണിയെ എനിക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ധൈര്യപ്പെടുത്തി തരണമേ. അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡിയായി. ഞാൻ തൈലവും ന്യൂസ് പേപ്പറും ഉപ്പും എടുത്ത് അമ്മയുടെ വായിൽ കുരിശ് പേട്ടി അങ്ങനെ കൊടുത്തു. ഞാൻ വണ്ടി പോകുന്ന സമയം മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു, മാതാവേ ECG എടുക്കുമ്പോൾ എല്ലാം നോർമലായിരിക്കണേ, അമ്മയുടെ നെഞ്ചുവേദന ഒക്കെ സൗഖ്യപ്പെടുത്തണമേ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ അമ്മ ECG എടുക്കാൻ പോകുന്ന മുമ്പേ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇറങ്ങി വരുമ്പോൾ തന്നെ അമ്മയെ സൗഖ്യപ്പെടുത്തണം, അമ്മയുടെ റിപ്പോർട്ടൊക്കെ നോർമലായിരിക്കണമേ. അമ്മ ECG എടുത്തു, റിപ്പോർട്ട് വന്നു, എല്ലാം നോർമലായിരുന്നു. പിന്നെ എല്ലാം കാര്യം അവിടുന്ന് ഇറങ്ങി വരുക, മെഡിസിൻ, അതെല്ലാം മാതാവിൻ്റെ ഒരു കൃപയായിരുന്നു. രാത്രി ഞാനും അമ്മ മാത്രം ആ ഹോസ്പിറ്റലിൽ, അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് എല്ലാം കാര്യം നടന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് മാതാവിൽ ബിലീവ് ചെയ്യത്തില്ലായിരുന്നു. ബട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ അത്ഭുതങ്ങൾ നടന്ന് എനിക്ക് മാതാവിൽ കൂടുതൽ വിശ്വാസമായി. ആൻഡ് ആസ് എ യൂത്ത് ഞാൻ പറയുന്നു, ഐ എം സീറോ വിതൗട്ട് മാതാവ് ആൻഡ് ഗോഡ്. എൻ്റെ ലൈഫിൽ മാതാവും തിരുകുമാരനില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇറ്റ്സ് difficult for me to go. And പ്രേക്ഷിത വേലയിൽ ഞാൻ ആദ്യം തന്നെ പള്ളിയിലിരുന്നപ്പോൾ ന്യൂസ് പേപ്പർ കൊടുക്കാൻ എനിക്ക് ഹെസിറ്റേഷൻ ആയിരുന്നു. എങ്ങനെ കൊടുക്കും, എന്താ ആൾക്കാർ വിചാരിക്കും. അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ഞാനൊരു ആൻറ്റിയെ കണ്ടു. ആൻറ്റി എന്നോട് ചോദിച്ചു, കൃപാസനമാണോ? ഞാൻ പറഞ്ഞു അതെ ആൻറ്റി. അപ്പോൾ ആൻറ്റി എന്നെ എൻകറേജ് ചെയ്തു, മോളെ ഇങ്ങനത്തെ പ്രവർത്തികൾ ഇനി മുമ്പോട്ട് ചെയ്യണം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറേ എൻകറേജ്മെൻറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്, ഈ ന്യൂസ് പേപ്പർ ആരും കളയില്ല മാതാവേ, ഇത് എനിക്ക് വിഷമമാകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവർക്കും ന്യൂസ് പേപ്പർ കൊടുക്കാൻ പോകുന്നത്. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി പറഞ്ഞ് ഞാനിവിടെ അവസാനിക്കും. സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ഈ വളരെ ചെറുപ്പത്തിൽ 21 വയസ്സാണ് ഈ മകൾക്കുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അടയാളങ്ങൾ വിശ്വാസത്തിൽ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഈശോയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും കൈമാറ്റത്തിൻ്റെയും ഭാഗമായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അത് കാനായിലെ കല്യാണ വിരുന്ന് തൊട്ട് ഒരു അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും ഒരു ഘോഷയാത്ര സുവിശേഷത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്ക് ശേഷം കർത്താവ് വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് അടയാളങ്ങൾ കണ്ട് ആളുകൾ വിശ്വസിക്കണം, ആ വിശ്വാസം എല്ലാവരിലേക്കും എത്തിച്ചേരണമെന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. അപ്പോൾ അത് ചെറുപ്പമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും വിശ്വാസത്തിലിരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടയാളങ്ങളിലൂടെ ഒരു സ്ഥിരീകരണം ലഭിക്കുമ്പോൾ അവർ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൊരു കണ്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് സത്യമാണ് എന്നുള്ളൊരു ബോധ്യം ലഭിക്കും. അത് പ്രാർത്ഥനാപൂർവം ഒരു വ്യക്തി അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വേഗതയിലൂടെ ഇത് ലഭിക്കുമെന്നുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥന. ഇപ്പോൾ ഈ മകളുടെ ജീവിതത്തിലും അത് 2-3 അനുഭവങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിലും ബാങ്കിൽ പോയ സമയത്തുണ്ടായ അനുഭവം, എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഓരോ സാഹചര്യത്തിലും ദൈവം കൈവിട്ടു എന്നുള്ളൊരു സാധ്യത വരുമ്പോൾ ഉടൻ തന്നെ വിശ്വാസം ഇട്ടിട്ട് പോകാനായിട്ടുള്ളൊരു സ്വാഭാവിക ഒരു നേച്ചർ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അപ്പോഴും പ്രാർത്ഥനയോടുകൂടി പിടിച്ചു നിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമവും, ഒപ്പം പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോഴും. അപ്പോൾ ഈ ഉടമ്പടി എടുത്തവർക്ക് മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്ന ഉടമ്പടി വസ്തുക്കളാണ്. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഇതൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണല്ലോ ഉടമ്പടി വസ്തുക്കളെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും അത് പ്രയോഗിക്കുന്നതും. അപ്പോൾ അതിന് ഉടമ്പടി ഉപ്പാണെങ്കിലും തൈലമാണെങ്കിലുമൊക്കെ ഇതിന് ക്രിസ്തീയ പശ്ചാത്തലമുണ്ട്. ബൈബിളിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു ഭാഗമുണ്ട് ഇതിൽ. അപ്പോൾ ഉടമ്പടി എടുത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത വ്യക്തികൾ ഈ വസ്തുക്കൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം ലഭിക്കും, അല്ലെങ്കിൽ
ദൈവം അപ്പോൾ ഇത് ചേർത്ത് പിടിക്കാനായിട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അവസാനം പറയുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താണ്, ഒരു ഹെസിറ്റേഷൻ എല്ലാവർക്കും ഉണ്ട്, ഏറെ പ്രത്യേകിച്ച് ഈ ഒരു പത്രം കൊടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ എന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ ഈ ഉടമ്പടി ജീവിതത്തിൽ ഒരു അല്പസമയം ഇതിൽ പ്രാർത്ഥിക്കുകയും ഒരുങ്ങി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വ്യക്തിപരമായിട്ടും ഉടമ്പടി ഒരുപാട് സ്വാധീനിച്ചു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മാതാവിനോട് അധികം വിശ്വാസം ഇല്ലായിരുന്നു, ഇപ്പോൾ അനുഭവങ്ങളിലൂടെ മാതാവിൻ്റെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ അൾത്താരയിലെ ഇപ്പം ഓരോ ഉടമ്പടി എടുത്തു പോകുന്ന വ്യക്തികളും ഇതുപോലെ വ്യക്തമായിട്ട് ഒരു സാക്ഷ്യവുമായിട്ട് തിരികെ വരുമ്പോൾ അത് അമ്മയുടെ ഒരു വലിയൊരു ഇടപെടലുണ്ട്. കാരണം നിങ്ങൾ തിരികെ വരുന്നതിനൊരു സമയപരിധി ഉണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈ നിയോഗങ്ങളെല്ലാം വ്യക്തമായിട്ടൊരു അനുഭവമായിട്ടാണ് അൾത്താരയിൽ വരുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ സമയത്തിന് മേലുള്ള അധികാരത്തെയും ഒപ്പം അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ശക്തിയെയും ഉടമ്പടിയിലെ എല്ലാ സാക്ഷ്യങ്ങളിലുമുണ്ട്. പിന്നെയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾക്ക് കാരണമാകുവാനും ദൈവാനുഭവം ലഭിക്കുവാനും ഈ മകളുടെ ഉടമ്പടി ജീവിതത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.